ഹലോ അസ്സാം വലൈക്കും. ഈ ഓറഞ്ച് പോള റെസിപ്പി കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഈ ക്യാരറ്റ് പോളയും കായ്പോളയും തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് സിട്രസ് ആണ്, നമ്മൾ ആ ഒരു സ്വീറ്റ് ഓറഞ്ച് എല്ലാം. അത് ഞാനിതൊരു കുക്കറിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 വിസിലുകൊണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് കളയണം. അപ്പോൾ ഇതിൽ തീരെ കുരുവൊന്നും ഇല്ലേനു, അപ്പോൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കളയുക. പിന്നെ വിചാരിക്കും എല്ലാവരും ഈ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ കയ്പ്പുണ്ടാവും അങ്ങനെയെല്ലാം, പക്ഷേ കയ്ക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ സംഭവമാണോ ഭയങ്കര ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങ് പറയാനൊന്നുമില്ല. നമുക്ക് ഈ ക്യാരറ്റ് പോളയും കായ്പോളയും എല്ലാം കഴിച്ച് ശീലമുള്ളതുകൊണ്ട് അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാം. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. പിന്നെ ഓറഞ്ച് ഇഷ്ടമുള്ളവർക്കെല്ലാം ചിലപ്പോൾ ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഓറഞ്ചെല്ലാം മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അധികം ചിലവൊന്നുമില്ലല്ലോ, ആകെ ഒരു ഓറഞ്ചെല്ലാം ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്ര വേണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക പോള ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. പിന്നെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ആൽമണ്ട്സോ എന്തെങ്കിലും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ള അതൊന്ന് മേലെ ഒന്ന് കുറച്ചൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. സംഭവം ഈസിയാണ്, പെട്ടെന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇതാ ഓറഞ്ച് പോള റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല സ്മെല്ലും നല്ല ഫ്ലേവറെല്ലാം ഉള്ളൊരു പോള തന്നെയാണ്. പിന്നെ എനിക്കിതിനേക്കാളെല്ലാം കൂടുതൽ ഇഷ്ടമായത് നമ്മളെ ക്യാരറ്റ് പോളയും കായ്പോളയെല്ലാം തന്നെയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. സംഭവം നല്ല അടിപൊളിയാണ്, സിമ്പിളാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനും എല്ലാം നല്ല ലുക്കുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.